എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പാഷോക്ക്. പാരീസ് ഹെലനെയും തട്ടിക്കൊണ്ടുപോയ വിവരം പാരീസിനോട് വിരോധമുള്ള രണ്ട് ദേവിമാരുണ്ടല്ലോ, ഹീരയും അഥീനയും. അവർ നേരെ പോയി മെൽനൗസിന് വിവരം അറിയിച്ചു. വിവരം കേട്ട് മെൽനൗസ് ആകെ പരിഭ്രാന്തനായി. എന്ത് ചെയ്യണം? അയാൾ തിരിച്ച് സ്പാർട്ടയിലേക്ക് പാഞ്ഞെത്തി. സ്പാർട്ടക്കാർക്ക് എല്ലാവർക്കും ദുഃഖം. പാല് കൊടുത്ത് കൈക്ക് കടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയുള്ള കാര്യമല്ലേ പാരീസ് ചെയ്തത്. പാരീസിനോട് പകരം ചോദിച്ച് ഹെലനെ തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എന്തു ചെയ്യും? ട്രോയ് വളരെ അകലെയാണ്. അവിടെ ചെന്നാൽ തന്നെ പാരീസ് വെറുതെ തിരിച്ചു വരുമോ ഹെലനെ? ഇല്ല. അപ്പോൾ യുദ്ധം ഉണ്ടാവേണ്ടി വരും. തനിക്ക് അതിനുള്ള കരുത്തുണ്ടോ? എന്ത് ചെയ്യും? മെൽനൗസ് ആകെ പരിഭ്രാന്തനായി, ദുഃഖിതനായി. തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മൈസീൻ രാജാവായ അഗമെമ്നോൻ്റെ അടുത്തേക്ക് മെൽനൗസ് എത്തി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയം അവിടെ മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു. പൈലോസ് രാജാവായ നെസ്തോർ. വയോധികനായ നെസ്തോർ ഗ്രീക്കുകാരുടെ എല്ലാം ആദരവ് പിടിച്ചു പറ്റിയ രാജാവായിരുന്നു. അദ്ദേഹം മെൽനൗസിനോട് പറഞ്ഞു, മെൽനൗസേ, നീ പേടിക്കണ്ട, നമുക്ക് ട്രോയിൽ പോയി അവിടുന്ന് ഹെലനെ നമുക്ക് തിരിച്ചെടുക്കണം. ഇത് മുഴുവൻ ഗ്രീസിനുള്ള അപമാനമാണ്. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. അത് മാത്രമല്ല, ഹെലനെയും നിന്നെയും സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ള വളരെയധികം ഗ്രീക്ക് രാജകുമാരന്മാരുണ്ട്. അവരെല്ലാവരും നിന്നെ സഹായിക്കും. നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് നെസ്തോർ പറഞ്ഞു. അതനുസരിച്ച് നെസ്തോറിൻ്റെയും അഗമെമ്നോൻ്റെയും അനുചരന്മാർ എല്ലാ രാജാക്കന്മാർക്കും അവർക്കുള്ള അഭ്യർത്ഥനയുമായിട്ട് പോയി. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരും ഒത്തുകൂടണം. എല്ലാ രാജാക്കന്മാരും എത്തി. എല്ലാവർക്കും പാരീസിനോടും ട്രോയോടും പകവീട്ടണം എന്ന് തന്നെയായിരുന്നു. ഔലീസ് കടൽ തീരത്ത് അവരെല്ലാവരും തമ്പടിച്ചു. അവർക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് മൈസീനിലെ അഗമെമ്നോൻ രാജാവും ദീർഘകായനായ ആയാസ് രാജാവും മുൻപന്തിയിൽ നിന്നു. എല്ലാവരും ഒത്തുകൂടി പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴും ആൾക്കാർ അന്വേഷിച്ചു, എവിടെ? ഒഡീസിയൂസിനെ കാണുന്നില്ല. ഒഡീസിയൂസ് ഇല്ലാതെ യുദ്ധത്തിന് പോകാനൊക്കും? കുശാഗ്രബുദ്ധിയാണ് അയാൾ. അതുമാത്രമല്ല, ആക്രമണത്തിലും ആയോധന കലകളിലും എല്ലാം മിടുമിടുക്കനാണ്. അയാളില്ലാതെ നമ്മൾ ട്രോയിൽ പോയാൽ എന്താവും? ഒഡീസിയൂസിന് വിളിക്കണം. അനുചരന്മാർ പുറപ്പെട്ടു പോയി. ഒഡീസിയൂസ് പെനലോപ്പിയെ കല്യാണം കഴിച്ച ശേഷം ഇഥാക്ക ദ്വീപ് വിട്ടിട്ട് എങ്ങും പോയിട്ടില്ല. ഇദ്ദേഹം ഭാര്യയോടും ഉണ്ടായ കുഞ്ഞിനോടും കൂടി അവിടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിയായിരുന്നു. ഹെലനെ പാരീസ് തട്ടിക്കൊണ്ടുപോയതും മറ്റ് രാജാക്കന്മാരെല്ലാം ഔലീസ് കടൽ തീരത്ത് ഒത്തുകൂടിയതും എല്ലാം ഒഡീസിയൂസ് അറിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം, തന്നെ അന്വേഷിച്ചും ആള് വരും. പക്ഷേ പോകാൻ ഒഡീസിയൂസിന് ഇഷ്ടമില്ല. തൻ്റെ ഭാര്യയും മകനെയും വിട്ടു പോകാൻ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ നെസ്തോറിൻ്റെയും അഗമെമ്നോൻ്റെയും ആൾക്കാർ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അവരെത്തുമെന്ന് അറിഞ്ഞ ഉടനെ ഇദ്ദേഹം ഒരു ഭ്രാന്തനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. ഇവർ വരുമ്പോൾ തൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഒഡീസിയൂസ് വയലിൽ രണ്ട് കാളകളെയൊക്കെ പൂട്ടി വയൽ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും കണ്ടതായിട്ടുള്ള ഭാവമേ ഇല്ല. ആൾക്കാർ വന്നിട്ടുണ്ടെന്നോ താനൊരു സാധാരണ കർഷകൻ എന്നുള്ള രീതിയിൽ എന്തോ ആലോചിച്ചും പറഞ്ഞൊക്കെ ഇങ്ങനെ നില ഉഴുതുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷിച്ച് വന്നവർക്ക് ചെറിയ സംശയം തോന്നി, ഒഡീസിയൂസിനെ നമ്മൾ പറ്റിക്കാനായിട്ട് അഭിനയിക്കുവാണോ? ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരും തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു? ഒഡീസിയൂസിൻ്റെ ചെറിയ കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടിയെ ഉഴുവുചാലിൽ കൊണ്ടുവച്ചു. ഒഡീസിയൂസ് ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഉഴുതൊഴുത് വന്നു കഴിയുമ്പോൾ
ഉഴവുചാലിൽ കിടക്കുന്ന സ്വന്തം കൊച്ചിനെ കണ്ടു. കുഞ്ഞിനെ കണ്ടതോടുകൂടി ഭ്രാന്തെല്ലാം മറന്നുപോയി. മോനെ ടെലിമാക്കസേ എന്ന് വിളിച്ചിട്ട് ഇദ്ദേഹം ഓടി വന്നു. അപ്പോഴാണ് ദൂതന്മാർ വരുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി, കള്ളപ്പെട്ടിരിക്കുക എന്ന് മനസ്സിലായി. ഒഡീസിയൂസ് പെട്ടുപോയി. എന്ത് ചെയ്യും? മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പോകാനായിട്ട് അദ്ദേഹം തയ്യാറായി. കാരണം പോയില്ലെങ്കിൽ താനൊരു ഭീരുവാണെന്ന് മറ്റുള്ളവർ ധരിക്കില്ല. എന്തായാലും അവരോടൊപ്പം യുദ്ധത്തിന് പോകാനായിട്ട് ഒഡീസിയൂസ്